കെ ഹാഷിക്കിന്റെ രാജി ആവശ്യപ്പെട്ട് പൂവൻകോഴിയുമായി ബി.ജെ.പി. കൗൺസിലർമാരുടെ പ്രതിഷേധം. നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ, ലാൻഡ് ഫോൺ, ലാപ്ടോപ്പ്, ടിവികൾ, വമ്പിച്ച ലോൺ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും. നന്മ കമ്മ്യൂണിക്കേഷൻ, ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേനടയിലും. കാമഭ്രാന്തൻ LDF കൗൺസിലർ കോഴി ഹാഷിക് രാജിവെക്കുക എന്ന ബാനറുമായാണ് നഗരസഭയിലെത്തി ബി.ജെ.പി. കൗൺസിലർമാർ പ്രതിഷേധം സംഘടിപ്പിച്ചത്. സ്ത്രീ വിഷയത്തിൽ ആരോപണ വിധേയനായ കൊടുങ്ങല്ലൂർ നഗരസഭ 4-ാം വാർഡ് കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കെ ഹാഷിക് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി കൊടുങ്ങല്ലൂർ നഗരത്തിൽ പ്രതീകാത്മകമായി പൂവൻകോഴിയുമായി പ്രകടനം നടത്തി. മുനിസിപ്പാലിറ്റിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം ചന്തപ്പുര വഴി മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമാപന യോഗം പ്രതിപക്ഷ നേതാവ് TS സജീവൻ ഉദ്ഘാടനം ചെയ്തു. CPI-CPM നേതാക്കൾ തമ്മിലുള്ള ചേരിപ്പോര് മൂലം നഗരസഭാ ഭരണം സ്തംഭനാവസ്ഥയിലാണെന്നും അതിന്റെ ബാക്കി പത്രമാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെ പീഡന വിഷയം പുറത്തായതെന്നും ബി.ജെ.പി. ആരോപിച്ചു. രശ്മി ബാബു, ON ജയദേവൻ, പ്രജീഷ് ചെള്ളിയിൽ, രേഖാസൽ പ്രകാശ്, അംജിത് തുടങ്ങിയവർ സംസാരിച്ചു. LDF കൗൺസിലർമാർ സെക്രട്ടേറിയറ്റ് മാർച്ചിന് പോയപ്പോൾ തിരുവനന്തപുരത്ത് ഹോട്ടലിൽ വെച്ച് ഹാഷിക്കിനെ മർദ്ദനമേറ്റിരുന്നു. നമുക്കറിയാം, കൊടുങ്ങല്ലൂർ നഗരസഭയിലാണ് CPM-ന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള കെ ഹാഷിക്ക് തിരുവനന്തപുരത്ത് വെച്ചുണ്ടായിട്ടുള്ള സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ടുള്ള വാർത്താ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ തന്നെ എല്ലാവരും കണ്ടിട്ടുള്ള വിഷയമാണ്. കഴിഞ്ഞ ദിവസം LDF-ന്റെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുകയുണ്ടായി. ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന സമരമായിരുന്നു. അതിനോട് ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നിന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ LDF-ന്റെ പ്രതിനിധികളെല്ലാം വലിയ കുട്ടി ആഘോഷിച്ചിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ മുമ്പിൽ ബസ് കൊണ്ട് നിർത്തി ചാനലുകാരെയൊക്കെ വിളിച്ച് ഞങ്ങൾ വലിയ സംഭവം എന്നുള്ള രീതിയിൽ ഇവിടെ നിന്ന് ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ ആ ബസ്സിൽ യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് പോയി. അർദ്ധരാത്രി തിരുവനന്തപുരത്ത് എന്ന സമയത്ത് ഹാഷിക്ക് എല്ലാ കൗൺസിലർമാരും പ്രത്യേക ഒരു സ്ഥലത്ത് അവർ റൂമെടുത്ത് താമസിക്കുകയും ഇടയ്ക്ക് വെച്ച് തിരുവനന്തപുരം സെൻട്രലിലെത്തുന്ന സമയത്ത് ഹാഷിക്ക് ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും അതിന് ഇവിടുത്തെ LDF-ന്റെ ആളുകൾ സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം ഇവർ വേറെ ഭാഗത്തും ഹാഷിക്ക് വേറെ ഭാഗത്തും പോയില്ല. അതിനുശേഷം ഏകദേശം ഒരു 2 മണിയോട് കൂടി ഇവിടെ CPM-ന്റെ നേതാക്കന്മാർക്ക് ഫോൺ വരികയും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുകയും അവിടെ ചെന്ന് ഈ കെ ഹാഷിക്കിനെ അവിടെ നിന്ന് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് ചെയ്തത്. നമുക്കറിയാം, കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിട്ടുള്ള വളരെ മോശമായിട്ടുള്ള സംഭവ വികാസമാണ് നടന്നിട്ടുള്ളത്. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചരിത്രത്തിൽ ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതുമാത്രമല്ല, ഇത് കൃത്യമായിട്ട് ഇതിപ്പോൾ BJP-ക്കാർ പറയുന്ന ആരോപണമായിട്ട് അവർക്ക് പറയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ഇവനെ പോയി, അതായത് ഹാഷിക്കിനെ പോയി തല്ലിയത് CPI-ക്കാർ, ഇത് ആസൂത്രണം ചെയ്തത് CPI-ക്കാർ, ഇവൻ ഇറങ്ങിപ്പോകുന്ന, അതായത് ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കൃത്യമായിട്ട് ഇൻഫർമേഷൻ ഇതിനോട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തിട്ടുള്ളത് CPM-ന്റെ നേതാക്കന്മാർ. നമുക്കറിയാം, ഹാഷിക്കിനെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കുന്നതിനെതിരെ CPM-ന്റെ ഉള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതായത് ആദ്യമായിട്ട് മത്സരിച്ച് വരുന്ന ഒരു കൗൺസിലറാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കരുന്ന് സീനിയർ ആയിട്ടുള്ള കൗൺസിലർമാർ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഏരിയ സെക്രട്ടറിയുടെ പ്രത്യേക താല്പര്യപ്രകാരമാണ് ഹാഷിക്കിനെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കിയത്. നമുക്ക് എല്ലാവർക്കും വന്നറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ വലിയ വൈരാഗ്യം കൗൺസിലർമാരായിട്ടുള്ള CPM-ന്റെ നേതാക്കന്മാർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഹാഷിക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കൃത്യമായിട്ട് അതിനോട് ബന്ധപ്പെട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് വിവരം ധരിപ്പിക്കുകയും അവിടെ തിരുവനന്തപുരത്ത് വിളിച്ചു വരുത്തി ഇങ്ങനത്തെ CPI-രെയും അതുപോലെ തന്നെ DYF-രെയും പല ആളുകളും ഹാഷിക്കിനോട് താല്പര്യമില്ലാത്ത പല ആളുകളും നേതൃത്വത്തിലാണ് ഹോട്ടലിൽ ഒരു സ്ത്രീയെ ഉൾപ്പെടെ ഹാഷിക്കിനെ പിടിക്കുകയും മൃഗീയമായി ഹാഷിക്കിനെ തല്ലുകയും അതിനോട് ബന്ധപ്പെട്ട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ പോവുകയും ചെയ്തത്. അത് അവിടെ ഒതുക്കി തീർക്കാനുള്ള കാരണം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മ്യൂസിയം CI തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റായിട്ടുള്ള CPM-ന്റെ അനുഭവ സംഘടന നേതാവാണ്. അതുകൊണ്ടാണ് അത് അവിടെ ഒതുക്കി തീർക്കാനുള്ള ശ്രമം നടത്തിയത്. പക്ഷേ കൃത്യമായിട്ടുള്ള വീഡിയോ ഞങ്ങളുടെ നേതാക്കന്മാരുടെ കയ്യിലുണ്ട്. ഇവിടെ പാർട്ടിയുടെ പല നേതാക്കന്മാരുണ്ട്, CPM-ന്റെ നേതാക്കന്മാരുടെ കയ്യിലുണ്ട്, CPI-യുടെ നേതാക്കന്മാരുടെ കയ്യിലുണ്ട്, കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവർ കൃത്യമായിട്ട് നടപടി എടുക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. പക്ഷേ ഇവർ നടപടി എടുത്തിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്
ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പദവിയും അതുപോലെ തന്നെ ഇവരെ പല സംഘടനകളെ നേതാക്കളായിട്ട് പല പ്രസിഡന്റ് സ്ഥാനമൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു തീരുമാനമാണ് ഇവരെടുത്തത്. നമുക്കിപ്പോൾ ദൃശ്യമാധ്യമം മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കൗൺസിൽ സ്ഥാനം രാജിവെച്ച് കണ്ട് കൗൺസിലിൽ കയറാൻ സമ്മതിക്കില്ല ഞങ്ങളിനി. കാരണം ഇത്രയ്ക്ക് ആരോപണവിധേയനായിട്ടുള്ള കൃത്യമായി തെളിവ് സഹിതം പിടിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീലമ്പാടിനെ, ഒരു കോഴിയെ ഞങ്ങൾ എന്തായാലും കൗൺസിലിൽ കയറ്റാൻ സമ്മതിക്കില്ല. കൗൺസിലിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൗൺസിലിൽ ഇരിക്കാൻ സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് കൗൺസിലിൽ നിന്ന് രാജിവെച്ച് പോകാനുള്ള സംവിധാനം ഇവിടുത്തെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകൾ തയ്യാറാവണം. ഇവരെ പുറത്താക്കാനുള്ള ആഷിക്കിനെ പുറത്താക്കാനുള്ള നടപടി കൗൺസിൽ സ്വീകരിക്കണം. അതിനുള്ള സമരപരിപാടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. കൊടുങ്ങല്ലൂർ തന്നെ, സംസ്കാര സമ്പന്നമായ കൊടുങ്ങല്ലൂർ തന്നെ അപമാനം ഉണ്ടാകുന്ന രീതിയിലുള്ളൊരു കാര്യങ്ങൾക്ക് പോയിട്ടുള്ള ഒരു കൗൺസിലറെ എന്തായാലും കൗൺസിലിൽ ഇരുത്തി പൊറപ്പിക്കാനായിട്ട് BJP കൗൺസിലർമാർ തയ്യാറാവില്ല. അതിനുള്ള ശക്തമായ സമരപരിപാടിയായിട്ട് മുന്നോട്ട്